ഹായ് ഹലോ എല്ലാവർക്കും എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ബീട്രൂട്ട് കൊണ്ടുള്ള കാണാമോ എന്തോ ബീട്രൂട്ട് കൊണ്ടുള്ളൊരു സംഭവം ഉണ്ടാക്കാൻ പോകുന്നു. നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ബീട്രൂട്ട് കൊണ്ടൊരു സംഭവം കാണുക 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 നിങ്ങൾ. ബീട്രൂട്ടും അതിൻ്റെ കൂടെ എന്തൊക്കെയാ ചേർക്കണമെന്ന് കാണാം. കൂടുതലായിട്ടൊന്നുമില്ല കേട്ടോ, കൂടുതലായിട്ടൊന്നുമില്ല. ബീട്രൂട്ടും വേറെ ഒരു 2 ഐറ്റം കൂടെ ഇതിൽ ചേർത്ത് നമുക്ക് ഹെയർ ഡൈ അടിക്കാം. ഞാനിപ്പോൾ ഇതൊക്കെയാണ് പരീക്ഷിക്കുന്നത് കേട്ടോ. ഇതൊക്കെയാണ് പരീക്ഷിക്കുന്നത്. അതിനെ നമുക്ക് കഴുകിയെടുക്കാം. ഇച്ചിരി ജാറിലിട്ട് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അടിച്ചെടുക്കാം. ഞാൻ പകുതി എടുക്കുന്നുള്ളൂ കേട്ടോ, പകുതിയേ എടുക്കുന്നുള്ളൂ. പൂച്ചക്കുട്ടി വിളിക്കുന്നു. അപ്പം ഇനി ഞാനിത് ഒന്ന് കഴുകി എടുക്കണം. ഈ മണ്ണപ്പൊടിയൊക്കെ ഒന്ന് പോട്ടെ. ബാക്കി ഇരിപ്പുണ്ട്, അത് പിന്നെ എടുക്കാം. തൽക്കാലം ഇത്രയും മതി. അപ്പം നമുക്ക് നേരെ കിച്ചണിലോട്ട് പോകാം. അപ്പം ഞാൻ ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ബീട്രൂട്ട് ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അതിന് കഴുകി എടുക്കണം. ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഒരു ഇതിൽ നമ്മുടെ തേയില വെള്ളം ഉണ്ടല്ലോ, തേയില വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചട്ടിയിലോട്ട് ഞാനുണ്ടല്ലോ കരിഞ്ജീരകം പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. കരിഞ്ജീരകപ്പൊടിയാണ്. അപ്പോൾ അതിനെ നമുക്കൊന്ന് നന്നായിട്ട് വറുത്തെടുക്കാം. ചിലപ്പോൾ ഈ വീഡിയോ വരെ രാത്രിയാവും കേട്ടോ. രാത്രിയാണോ വൈകുന്നേരം, നമ്മൾ കറക്റ്റ് സമയത്ത് ഈ വീഡിയോ വരില്ല. ഞാൻ വയ്യാണ്ട് കിടന്നിട്ടാണ് പിന്നെ മുടിയൊക്കെ നര കൂടിപ്പോയാൽ പിന്നെ വീണ്ടും നമ്മളിത് തേച്ചാലുണ്ടല്ലോ പിടിക്കാനൊക്കെ ഇത്തിരി പാടാണ്. അപ്പം നമ്മൾ ഒരു ആഴ്ചയിൽ ഒരു 2 ദിവസമെങ്കിലും കൂടുതൽ നരയുള്ളവർ ഇത് ചെയ്യണം. നര കൂടുതലുള്ളവർ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ചെയ്യണം കേട്ടോ. അല്ലാത്തവർ ചെയ്യണ്ട. നരയൊക്കെ കുറവുള്ളവർ നിങ്ങൾ ആഴ്ചയിലോ 2 ആഴ്ചയിലോ കൂടുമ്പോൾ ചെയ്താൽ മതി. നമ്മളെ തലമുടിയൊക്കെ നര ഓവറായിപ്പോയി. നമ്മളിതൊക്കെ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. കുറച്ചുകൂടെ നേരത്തെ ഇതൊക്കെ പരീക്ഷിക്കേണ്ടതായിരുന്നു. നമ്മൾ കെമിക്കലുള്ള ഡൈയൊക്കെ അടിച്ച് കുറച്ച് നരയുള്ള സമയത്ത് നമ്മൾ കെമിക്കൽ ഡൈ അടിച്ചടിച്ച് ഉള്ളതും കൂടെ മൊത്തത്തിൽ നരച്ചു. അപ്പം നമ്മളെപ്പോലുള്ളവർക്ക് ഇത് വരാനൊക്കെ സമയമെടുക്കും. അപ്പം നമ്മൾ ആഴ്ചയിൽ 2 ദിവസം 3 ദിവസമൊക്കെ തേക്കണം, എങ്കിലേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. ഇപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു ഡൈ തേച്ച്, പക്ഷെ അത് വീണ്ടും നമുക്ക് നര ആയി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വയ്യാതിരുന്നിട്ടും ഇത് തേക്കാമെന്നും പറഞ്ഞിട്ട് ഇപ്പോൾ ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് വന്നത്. ചിലപ്പോൾ ഈ വീഡിയോ വരെ ഇന്ന് ലേറ്റാവും. കൃത്യസമയത്തൊന്നും നമുക്ക് വീഡിയോ ഇടാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് ഞാൻ വറുത്തെടുക്കട്ടെ. സമയം കൂടുമോ എന്തോ എനിക്കറിയില്ല. നന്നായിട്ട് കറുക്കട്ടെ. കരിഞ്ജീരകം ഒന്നാമത് കറുപ്പാണ്, എന്നാലും കുഴപ്പമില്ല. ഒന്നുകൂടെ നമുക്ക് നല്ല കറുത്ത കളറിൽ എടുക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ ഇവിടെ കുറഞ്ഞ തീയിൽ ഞാൻ വറുത്തെടുക്കുന്നുണ്ട്. സംഭവം കുറച്ചേ ഉള്ളൂ, കൂടുതൽ. നമ്മുടെ തേയില വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനെ ഓഫ് ചെയ്യാം. ഞാൻ ചോറൊന്നും കഴിച്ചില്ല കേട്ടോ. കുളിച്ചിട്ടൊക്കെ കഴുകി കാപ്പി കുടിച്ചപ്പോഴേ ഉച്ചയായി. 12 മണിയായി ചോറ് കഴിച്ചപ്പോൾ. ചോറല്ലല്ലോ, കാപ്പി. നമ്മൾ ഓരോ വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് കമൻറ്റുകൾ വരുന്നുണ്ടല്ലോ. ഞാൻ അതാണ് പറയണം. കമൻറ്റുകൾ വരുമ്പം ജനം പലവിധമാണ്. എല്ലാവരെയും നമ്മൾ തൃപ്തിയാക്കിക്കൊണ്ട് നമുക്കൊരു വീഡിയോ ചെയ്യാൻ പറ്റില്ല. എല്ലാവരെയും തൃപ്തരാക്കിക്കൊണ്ട് നമുക്കൊരു വീഡിയോ ചെയ്യാൻ പറ്റില്ല. നമ്മളിടുന്ന വീഡിയോയിൽ ഒരു 10 പേര് ഇഷ്ടപ്പെടുകയാണെങ്കിൽ 15 പേര് മോശം പറയുന്നവരായിരിക്കും. 10 പേര് നല്ലത് പറയുന്നെങ്കിൽ 15 പേര് മോശം പറയുന്നവരാണ്. നമുക്ക് എല്ലാവരെയും പിന്നീട് തൃപ്തിപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല. പറ്റുമോ? ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മളെ ഇഷ്ടപ്പെടുന്നവർ നമ്മളെ കാണുക, നമ്മളെ ഫോളോ ചെയ്യുക. ഇഷ്ടമില്ലാത്തവരെ അങ്ങ് സ്കിപ്പ് ചെയ്ത് പോവുക കേട്ടോ.
നിങ്ങൾ കമൻറ്റ് ഇട്ടോളൂ. നിങ്ങൾ കമൻറ്റ് ഇടണം. നിങ്ങളുടെ നല്ല അഭിപ്രായമായാലും മോശം അഭിപ്രായമായാലും നമ്മൾ കമൻറ്റ് ഇടണം. നിങ്ങളെ കമൻറ്റ് കണ്ടാൽ നമുക്ക് എന്തെങ്കിലും നമ്മളിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ നമുക്കത് ക്ലിയറാക്കി പോകാൻ പറ്റുള്ളൂ. നമ്മളിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയറാക്കി പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിലോട്ട് ഞാൻ നമ്മുടെ തേയില വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. തേയില വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വീഡിയോക്ക് ലെങ്ത്ത് കൂടിയാലും കുഴപ്പമില്ല. അതാണ്ട് ഞാൻ വേവിച്ചെടുത്ത തേയിലുള്ള ചൂടുണ്ട് കേട്ടോ. അതിലോട്ട് ഞാൻ ഈ സംഭവം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചൂട് തേയിലയാണേ. ചൂട് തേയില നിങ്ങളിപ്പോൾ കണ്ടല്ലോ, ഞാൻ തീ ഓഫ് ചെയ്തത് നിങ്ങൾ കണ്ടിരിക്കും. അപ്പോൾ ഇതൊന്നും കൂടെ തീ കൂട്ടി വെക്കാം. നമുക്ക് തീ കൂട്ടി വെച്ച് ഇതിനെ ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. നമ്മുടെ കരിഞ്ചീരകവും തേയില വെള്ളവും കൂടെ ഞാൻ നന്നായിട്ട് എനിക്ക് ഞാൻ ഇപ്പം തന്നെ അപ്ലൈ ചെയ്യും കേട്ടോ. ഇത് തണുത്ത ഉടനെ ഞാൻ ഇത് റെഡിയാക്കി വെച്ചിട്ട് ചോറ് കഴിക്കും. ചോറ് കഴിച്ചിട്ട് ഞാൻ ഇത് ഉടനെ തന്നെ തലയിലോട്ട് അപ്ലൈ ചെയ്യും. അപ്പോൾ എന്തായാലും ഇത് സെറ്റായിട്ടുണ്ട് കേട്ടോ. തീ ഓഫ് ചെയ്യാം. ഫോണ് മറിഞ്ഞ് പോകണം എന്താ. ഇത് സെറ്റായിട്ടുണ്ട് കേട്ടോ. കാണാൻ പറ്റുമോ എന്തോ. സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ട് കേട്ടോ. തീ ഓഫ് ചെയ്തതിന് ശേഷം എന്താ ചെയ്യണമെന്ന് ആ തണുത്തതിന് ശേഷം നമുക്ക് കാണാം. അപ്പോൾ ഞാൻ ഇവിടെ ബീട്രൂട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇച്ചിരി ലൂസ് പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ബീട്രൂട്ട് കാണാമോ? ലൂസ് പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മളത് ഇതിലോട്ട് തേയില വെള്ളമായിട്ട് ഞാൻ സെറ്റാക്കിയില്ലേ, അതിപ്പോൾ ഈ പരുവായിട്ടുണ്ട് കേട്ടോ. തേയില വെള്ളം ഒഴിച്ച് നമ്മുടെ കരിഞ്ചീരകത്തിനെ വേവിച്ചെടുത്തപ്പോൾ അത് നല്ല തുറ ഈ പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനെ നമ്മുടെ ഈ സംഭവം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുന്നുണ്ട് കേട്ടോ. മൊത്തത്തിൽ ഒഴിക്കുന്നുണ്ട്. ഇനി ഇതിൽ നമുക്ക് വേറൊരു സാധനം കൂടെ ചേർക്കാനുണ്ട്. എന്താണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കണം കേട്ടോ. നമ്മുടെ മിക്സിങ് ഇതാണ് ഇരിക്കുന്നത്. നല്ല ഇതിന് നമുക്കൊരു ഇച്ചിരി സമയം അടച്ച് വയ്ക്കാം കേട്ടോ. ഇതെല്ലാം കൂടെ ഒന്ന് സെറ്റായി വരുന്നത് വരെ ഞാൻ എന്തായാലും ഒരു 10 മിനിറ്റ് വെച്ചേക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അരമണിക്കൂറോ 1 മണിക്കൂറോ റെഡിയാക്കി വെക്കാം കേട്ടോ. ഞാനിതിപ്പോൾ 10 മിനിറ്റേ വെക്കുന്നുള്ളൂ. 10 മിനിറ്റ് ആയിട്ട് നമുക്കിത് തലയിലോട്ട് അപ്ലൈ ചെയ്യാം. തലയിലോട്ട് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പേ വേറെ എന്താ കൂടെ ചേർക്കണമെന്നും കൂടെ കാണിച്ചു തരാം കേട്ടോ. കാണാൻ പറ്റും. ഞാൻ ഫോൺ കയ്യിലെടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ചിലപ്പോൾ ഫോൺ അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. കണ്ടോ? അപ്പോൾ ഇത് ഇച്ചിരി നേരം അവിടെ ഇരിക്കട്ടെ. ഒരു 10 മിനിറ്റ് ഇരിക്കട്ടെ. ഇരുന്നിട്ട് നമുക്ക് കാണാം. ഓക്കേ. അപ്പം നമ്മുടെ സംഭവക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ? അത് ഞാൻ ഒരു ബൗളിലോട്ട് കോരി മാറ്റുന്നുണ്ട്. വീഡിയോക്ക് ലെന്ത് കൂടുമോയെന്ന് എനിക്കറിയില്ല കേട്ടോ. വീഡിയോക്ക് ലെന്ത് കൂടുമോ അറിയില്ല. അറിയില്ല. കാണാൻ പറ്റുമോ? ഇവിടെ വെക്കാം. നമ്മൾ ഹെയർ ഇത്തിരി കൂടുതലുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും എടുത്തത് കേട്ടോ. ഹെയർ കുറവുള്ളവർ അതനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. ഹെയർ കുറവുള്ളവർ അതനുസരിച്ച് എടുത്താൽ മതി. കൈ കഴുകട്ടെ.
എന്താണെന്നറിയാവോ? നമ്മുടെ മെനഞ്ഞാന്ന് 2 ദിവസത്തേക്ക് മുന്നേ കാച്ചിയ എണ്ണ ഉണ്ടല്ലോ, നമ്മൾ 2 ദിവസത്തേക്ക് മുന്നേ കാച്ചിയ എണ്ണ, അതും കൂടെ 1 സ്പൂണ്, കാണാമോ എന്തോ, 1 സ്പൂൺ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ 1 സ്പൂൺ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സമയം ഓണാണ് അന്തരിപ്പാടം. എന്നിട്ട് നടപ്പുള്ള അപ്പം നമുക്കിനി തലയിലോട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. ഞാൻ ബാത്റൂമിൽ കൊണ്ടുപോകാം. ഇവിടെ എവിടെയെങ്കിലൊക്കെ നിന്നിട്ട് തറയിലൊക്കെ ആവും. ഞാൻ ഇട്ടേക്കുന്നത് വെള്ള ഡ്രസ്സാണ്. അതൊക്കെ മാറ്റിയിട്ട് ഒരു വഴഞ്ച നൈറ്റി എടുത്തിടാം കേട്ടോ. അപ്പോൾ ചേച്ചി ഇനി ബാത്റൂമിൽ കൊണ്ടുവച്ചിട്ടിടാം മക്കളെ. ഇല്ലെങ്കിൽ നിലത്തൊക്കെ ആയ ബാത്റൂമിൽ ലൈറ്റിലപ്പം നമുക്ക് മുടിയിലോട്ട് അപ്ലൈ ചെയ്യാം. കണ്ണട ഇല്ലാതെ കാണാനും പാടാണ്. ഞാൻ കണ്ണട വെക്കട്ടെ. കണ്ണടയില്ലെങ്കിൽ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കണ്ണടയില്ലെങ്കിൽ നമുക്ക് വാങ്ങുന്നോ? ചൂടെടുത്തിട്ട് സഹിക്കാൻ വയ്യ കേട്ടോ. ഫാന് എൻ്റെ സൗണ്ട് ഞാൻ പറയില്ല, ഇവിടെ വന്ന് നിന്നാൽ നമുക്ക് ഇവിടെയൊക്കെ ആകും കേട്ടോ. നമുക്ക് കാണുന്നു ഞാൻ ചൂട് കണ്ണട ഒരറ്റം കണ്ണടയിലൊക്കെ ആയിരുന്നു കേട്ടോ. കണ്ണട മാറ്റി വെക്കുന്നറിയാം. എൻ്റെ ചാറൊക്കെ മുഖത്തോട്ടിറങ്ങുന്നു. കണ്ണട ഇല്ലാണ്ട് കാണാനും പറ്റത്തില്ല, അതാണ് പ്രശ്നം. ഞാനൊരു തോർത്ത് വിരിച്ച് വെച്ചിട്ടാണ് നിൽക്കുന്നത്. ഈ തറയിലൊക്കെ ആവും. ചുമന്ന കളറായതുകൊണ്ടേ തറയിലൊക്കെ ആയാലും പോകാൻ പാടാണ്. ഇച്ചിരി ലൂസായിപ്പോയി കേട്ടോ. അതാണ് വെള്ളം കൂടുതൽ. ഞാൻ നിന്നെ ഗുരുവായൂരപ്പാ ഞാൻ ഇത് മൊത്തം അപ്ലൈ ചെയ്തതിന് ശേഷം കാണിക്കാം കേട്ടോ. മൊത്തം മുഖത്തൂടെ ഇറക്കുന്നുണ്ട് വെള്ളം. മൊത്തം അപ്ലൈ ചെയ്തതിന് ശേഷം കാണിക്കാം കേട്ടോ. അപ്പം നിങ്ങളിതുപോലെ ഇത് മൊത്തത്തിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടേ. പിന്നെ ഒരു കാര്യം പറയാം, എനിക്കൊരു അബദ്ധം പറ്റി കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. ഇച്ചിരി വെള്ളം കൂടിപ്പോയി കേട്ടോ. ആ ബീട്രൂട്ട് അരച്ചെടുത്തതിൽ ഇച്ചിരി വെള്ളം കൂടിപ്പോയി. അപ്പം നിങ്ങൾ അരയ്ക്കുമ്പോഴത്തേക്ക് ബീട്രൂട്ടിൽ വെള്ളം കുറച്ച് എടുക്കണം കേട്ടോ. ഞാൻ എന്താണെന്നറിയാവോ, എന്നിട്ട് നമ്മുടെ തേയിലയും കരിഞ്ചീരകവും ഇട്ട് മിക്സ് ആക്കിയപ്പോഴത്തേക്ക് നല്ല തുറതുറായിരുന്നു. അപ്പം ഞാൻ ബീട്രൂട്ട് അരച്ചെടുത്തപ്പോൾ ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചാണ് അരച്ചെടുത്ത. അപ്പോൾ ഇച്ചിരി വെള്ളം കൂടുതൽ. അപ്പം നിങ്ങൾ എടുക്കുമ്പം അത് നോക്കി നല്ല കട്ടക്കി എടുക്കണേ. നമ്മളിങ്ങനെയൊക്കെ ചെയ്താണല്ലോ ഓരോന്നും പഠിക്കുന്നത് അല്ലേ. ആരും ഒന്നും പഠിച്ചുകൊണ്ട് വരുന്നതല്ല. നമ്മളിതുപോലെയൊക്കെ ചെയ്തൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം നമുക്ക് ഇനി കുളിയൊക്കെ കഴിഞ്ഞ് 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെയാണ് ഇട്ടേക്കാൻ പറയണം കേട്ടോ. ഞാൻ എന്തായാലും 1 മണിക്കൂറേ ഇടുന്നുള്ള. 1 മണിക്കൂർ ഇട്ട് കുളിച്ച് വന്നതിന് ശേഷം എൻ്റെ മുടി കറുത്തിട്ടുണ്ടോ വെളുത്തിട്ടുണ്ടോ എന്ന് കാണാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ എടുക്കുമ്പോഴത്തേക്ക് ബീട്രൂട്ടിൽ വെള്ളം വേണ്ട. ഇതിലിട്ട് മിക്സ് ആക്കുമ്പോൾ എണ്ണയും കൂടെ ആകുമ്പോഴത്തേക്ക് അത് പരിവാവും. അപ്പോൾ വെള്ളം ഇല്ലാണ്ട് മിക്സിയുടെ ജാറിൽ ബീട്രൂട്ട് അരച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ അരച്ചെടുത്തപ്പോൾ ഇച്ചിരി വെള്ളം കൂടിപ്പോയി. അടുത്ത് നമ്മൾ ഇതുപോലൊരു വീഡിയോ ചെയ്യും കേട്ടോ.
അത് നമ്മൾ അതിൻ്റെ കറക്റ്റ് പരുവത്തിന് ഈ വീഡിയോ തന്നെ ആയിരിക്കും. ഇതുപോലത്തെ ഒരു വീഡിയോ ഇതേ സംഭവം വെച്ചിട്ട് അടുത്ത് നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മൾ കുടി കഴിഞ്ഞ് വന്നതിന് ശേഷം കാണാം. ഇച്ചിരി വെള്ളം കുടിക്കും. ഫാനിട്ടേക്കാണ്. നമ്മളെ ഈ ഡൈ അടിച്ചേ 1 മണിക്കൂറായി കേട്ടോ. ഞാൻ ഇനി കുളിച്ചിട്ട് വരട്ടെ കേട്ടോ. ആദ്യം കാണിക്കണ്ടെന്ന് വിചാരിച്ച്, പിന്നെ വിചാരിച്ച് നിങ്ങളൊന്ന് കാണിക്കാം. അപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ, എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പം ഞാൻ കുളിച്ചിട്ട് വരട്ടെ. കുളിച്ചിട്ട് വരുമ്പോഴറിയാം നമ്മുടെ മുടി കറുത്തിരിക്കണോ വെളുത്തിരിക്കണോ എന്ന് കേട്ടോ. എന്തായാലും എൻ്റെ മുടിയിൽ ഒരുപാട് നരയുള്ളതുകൊണ്ട് സമയമെടുക്കും, ഒരുപാട് നരയുള്ളതുകൊണ്ട് സമയമെടുക്കും. അപ്പോൾ എന്തായാലും ഞാൻ കുളിച്ചിട്ട് വരട്ടെ, എന്തെങ്കിലും മാറ്റം ഉണ്ടെന്ന് നമുക്ക് കാണാം കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട് കേട്ടോ, കുളിയൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് പെട്ടെന്ന് നിറയെ നരയുള്ളവർക്ക് സമയമെടുക്കും കേട്ടോ. എന്തായാലും മാറ്റമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് മൊത്തം നമ്മുടെ വീഡിയോ കാണുന്നവർക്കറിയാം, മുന്നേ ഉള്ള നമ്മുടെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കും അറിയാം, എൻ്റെ മുടി മൊത്തം നരയാണ് കേട്ടോ. കറുപ്പെന്ന് പറയണത് നമ്മൾ പിന്നെ ഡൈയൊക്കെ അടിച്ച് മേക്കപ്പ് ഇട്ടൊക്കെയാണ് നടക്കണത്. അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ ഡൈയൊക്കെ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് തരാൻ സമയമെടുക്കും, പെട്ടെന്ന് റിസൾട്ട് കിട്ടത്തില്ല കേട്ടോ. എന്തായാലും മാറ്റമുണ്ട്. എന്താ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. നിങ്ങൾ നേരത്തെ ഞാൻ വീഡിയോ എടുക്കുന്നതിന് മുമ്പുള്ളതും കൂടെ നോക്കണം കേട്ടോ. വീഡിയോ എടുക്കുന്നതിന് മുമ്പ് എൻ്റെ മുടിയുടെ ഇതും ഇപ്പോഴും കൂടെ നോക്കണം. നോക്കിയിട്ട് എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ അറിയിക്കണം കേട്ടോ. പിന്നെ നമ്മൾ ആ കൂട്ടുണ്ടാക്കിയതിൽ ഇച്ചിരി വെള്ളം കൂടിപ്പോയി, ഉണ്ടാക്കിയതിൽ ഇച്ചിരി വെള്ളം കൂടിപ്പോയി. എൻ്റെ മുടി കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടോ. ചൂട് ഫാൻ ഓഫ് ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് കേട്ടോ. എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ പറയണേ. ഇവിടെയൊക്കെ മൊത്തം നരയാണ്, ഈ ബാക്ക് ഇവിടെയൊക്കെ എനിക്ക് മൊത്തം നരയാണ്. ചിലർ കൂട്ട് കാണിക്കുന്നവർ അവർ കൂട്ടുണ്ടാക്കും, യൂട്യൂബിലൊക്കെ അവർ കൂട്ടും ഉണ്ടാക്കും, ഡൈയൊക്കെ ഉണ്ടാക്കും. പക്ഷേ നിറച്ച് നരയുള്ളവർ ഇതിലവർ അപ്ലൈ ചെയ്ത് കാണിക്കത്തില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനിത് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു കേട്ടോ. എന്തായാലും പിന്നീട് റിസൾട്ട് അത് പ്രയോജനമില്ലാണ്ട് ആരും വീഡിയോ ഇടത്തില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ഇത് പരീക്ഷിക്കുന്നതാണ്. അപ്പം നമുക്ക് ഓരോരോ പരീക്ഷണങ്ങളായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തുന്നതായിരിക്കും. നമുക്ക് പ്രയോജനം ഉണ്ടെങ്കിൽ മാത്രമേ അത് നിങ്ങളിൽ എത്തിക്കത്തുള്ളൂ. ഞാൻ ചെയ്ത് നോക്കി എനിക്ക് പ്രയോജനം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കത്തുള്ളൂ കേട്ടോ. എന്തായാലും ഞാൻ തേച്ചതിൽ എനിക്ക് മാറ്റമുണ്ട്. നമ്മൾ കണ്ടിന്യൂ 1 മാസം തേച്ച ഉറപ്പായിട്ട് നമുക്ക് മാറും. അപ്പോൾ എന്തായാലും ഇനി അടുത്തൊരു പരീക്ഷണമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.